ഇന്നലെ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. അജ്ഞാതന്റെ വിളയാട്ടം തന്നെയായിരുന്നു വാർത്ത. ആ വാർത്ത സരൺജിത് സിംഗ്, നമുക്ക് ഓർമ്മയുണ്ടാകും, സരൺജിത് സിംഗിനെ ചാരവൃത്തി ആരോപിച്ച് പാകിസ്ഥാൻ പിടിച്ച് ജയിലിലിടുകയും അന്നത്തെ UPA സർക്കാർ അയാളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയെ വരെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ വിട്ടുകിട്ടുന്ന ഘട്ടം വന്നപ്പോൾ പാകിസ്ഥാനിൻ്റെ ജയിലറയ്ക്കുള്ളിൽ വെച്ച് ക്രൂരമായി തന്നെ മർദ്ദനത്തിന് ഇരയായി 2013 മെയ് 2 കോമ സ്റ്റേജിലായി ആശുപത്രിയിലായ സരൺജിത് സിംഗ് മരിക്കുകയായിരുന്നു. ആ കൊലപാതകത്തിന് പിന്നിൽ, അതായത് സരൺജിത് സിംഗിനെ ജയിലിൽ വെച്ച് ആക്രമിച്ചത് സഹതടവുകാരനായ അമീർ സർഫറാസ് ആയിരുന്നു. ഈ അമീർ സർഫറാസിനെ 2018 ലാഹോർ കോടതി വെറുതെ വിടുകയും ചെയ്തു. ആ ഭീകരനെ, ആ കുറ്റവാളിയെ, അതായത് ഇന്ത്യൻ പൗരനെ, നിരപരാധിയായ ഇന്ത്യൻ പൗരനെ ജയിലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഭീകരനെ ഇന്നലെ അജ്ഞാതർ തട്ടി കാലപുരിക്കയച്ചു. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ ഉണരും മുമ്പേ ഒരു വാർത്ത പരക്കെ സോഷ്യൽ മീഡിയയിലടക്കം പരക്കുന്നു. കാരണം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് 2 പ്രമുഖർ ഉടൻ തന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുമോ എന്നൊരാശങ്ക പാകിസ്ഥാനുമുണ്ട്. അത് ഹാഫിസ് സയ്യിദും ദാവൂദ് ഇബ്രാഹിമുമാണ്. കാരണം ഇവർ ഇന്ത്യയുടെ മാത്രം ശത്രുവല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ ഉള്ള ഒരു അന്തർദേശീയ കുറ്റവാളികളാണ്. അതായത് അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നവർ തന്നെയാണ് ഹാഫിസ് സയ്യിദും ദാവൂദും അടക്കമുള്ളവർ. അത് ഇന്ത്യയോ ഇല്ലെങ്കിൽ ഒരു രാജ്യം മാത്രമല്ല അവരുടെ ശത്രുക്കൾ. അമേരിക്ക അടക്കം ഈ ഹാഫിസ് സയ്യിദിൻ്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിൽ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ കൂട്ടിയിരിക്കുന്നു. മറ്റ് ഭീകരരുടെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായ സുരക്ഷയിലേക്ക് മാറ്റിയിരിക്കുന്നു. ചിലരെയൊക്കെ ജയിലിൽ, സുരക്ഷയുടെ ഭാഗമായി തന്നെ ജയിലിൽ പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയിരിക്കുന്നു. കാരണം അജ്ഞാത ഭീതിയാൽ പാകിസ്ഥാൻ വരണ്ടു തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാരണം ഇന്ത്യ നോട്ടമിട്ടിരുന്ന പല ഭീകരരും കൊടും കുറ്റവാളികളുമൊക്കെ പാകിസ്ഥാനിൽ പട്ടാപ്പകലും മറ്റുമൊക്കെ അജ്ഞാതരുടെ വെടിയേറ്റും വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും ചാകുമ്പോൾ ഇനി ആരെന്നുള്ള ചോദ്യമാണ്. ഏതായാലും ഒരു വലിയ വമ്പനെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട് അജ്ഞാതർ എന്ന ഒരു സൂചന പുറത്ത് വരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നറിയില്ല. ഏതായാലും അധികം ആയുസ് ഇവർക്കുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മുമ്പ് ഒരു വാർത്ത, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നത് ഹാഫിസ് സയ്യിദ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നുള്ളത്. ഏതായാലും നമുക്ക് നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കാൻ ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.